വലിയ സന്ദേശം നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഈ സാത്താന്റെ പിടിയിൽ നിന്ന് നമ്മൾ സാത്താന്റെ പ്രലോഭനം അനുസരിച്ച് ഇന്ന് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി നടപ്പാക്കാൻ സാത്താന് സാധിച്ചില്ല. അവിടെ പരാജയപ്പെട്ട പിശാച് മനുഷ്യനെ ഇന്ന് പരാജയപ്പെടുത്താൻ വേണ്ടി അവന്റെ വീടിന്റെ മുന്നിൽ കാത്തിരിക്കുകയാണ്. പ്രസവത്തിൽ സ്ത്രീയുടെ കൊച്ചിനെ ഉദരത്തിൽ വരുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ കാത്തിരിക്കുന്നത് പോലെ മനുഷ്യന്റെ വീടിന്റെ ഭവനത്തിന് കാത്തിരിക്കുകയാണ്. ഇന്ന് എന്തെല്ലാം തരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് മനുഷ്യൻ നശിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഒരു പരിധി വരെ അതിര് വിട്ടു പോകുമ്പോൾ അവിടെ സാത്താന്റെ ഒരു കടന്നുകൂടൽ ഇല്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ അടിച്ചു പൊടിച്ച് ഭക്ഷണം കഴിച്ചൊക്കെ ആഘോഷിക്കുമ്പോൾ ഇതുമാണ് ക്രിസ്തുമസ് ആഘോഷം എന്ന് ചിന്തിച്ചുകൊണ്ട് ആഘോഷിക്കുമ്പോൾ അത് മദ്യക്കുപ്പികളൊക്കെയാണ് അതിന് കൂടുതലായിട്ട് ഊർജം നൽകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ സാത്താന്റെ ഒരു പ്രലോഭനമല്ലേ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരും രക്ഷപ്പെട്ടു പോയിട്ടില്ല, നശിച്ചു പോയിട്ടേ ഉള്ളൂ. നമുക്കറിയാം, ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത വാർത്തകളാണ്. ഇവിടെ പിശാചിന്റെ പ്രവർത്തനമാണ്. അവനാണ് തമ്മിലടിപ്പിച്ച് മനുഷ്യനെ, അവൻ കൊലപാതകിയാണ്. അവനാണ് മനുഷ്യനെ തമ്മിലടിപ്പിച്ചുകൊണ്ട് വെറുപ്പും വിദ്വേഷവും പകർത്തിക്കൊണ്ട് കൊലപാതകവും അതുപോലെയുള്ള ഓരോ പ്രവർത്തനങ്ങളും ചെയ്ത് ഇന്ന് ഈ നാട്ടിലൂടെ അവൻ വികരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത്. ഇത് യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു. അതാണ് ഈ രക്ഷകന്റെ വരവോടുകൂടി യേശുനാഥൻ ആദ്യമായി ചെയ്ത് പിശാച് ബാധിതനായ മനുഷ്യരെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ്. ബന്ധനത്തിന് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് വചനത്തിലൂടെ യേശു വ്യക്തമാക്കുന്നുണ്ട്.